നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാർച്ച് മാസത്തിലെ ഇന്റർനാഷണൽ ബ്രേക്കിന് എല്ലാ ടീമുകളും വളരെ പ്രാധാന്യം കൊടുക്കുകയാണ്. ഫ്രണ്ട്ലി മത്സരങ്ങളുടെ സമയമാണ്. പക്ഷേ കോപ്പ അമേരിക്കക്കും യൂറോ കപ്പിനും ഒക്കെ മുമ്പ് നടക്കുന്ന അവസാനത്തെ ഇന്റർനാഷണൽ ബ്രേക്കാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി എതിരാളികളെ തിരഞ്ഞെടുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം ബ്രസീലിനാണെങ്കിൽ ഇംഗ്ലണ്ടും സ്പെയിനുമാണ് മാർച്ച് മാസത്തിലെ എതിരാളികൾ. അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോനി മികച്ച ടീമിനെതിരെ വേണം ആ സമയത്തെ ഫ്രണ്ട്ലി മത്സരങ്ങൾ എന്ന് AFAയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു മികച്ച യൂറോപ്യൻ ടീമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടീമോ അർജന്റീനയ്ക്ക് എതിരാളികളായി കിട്ടാൻ സാധ്യതയില്ല. അർജന്റീന ആ സമയത്ത് മാർച്ച് മാസത്തിൽ ചൈനയിലേക്ക് ടൂർ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2 മത്സരങ്ങളാണ് ഇന്റർനാഷണൽ ബ്രേക്കിലുള്ളത്. ഒരു കളി ചൈനയ്ക്കെതിരെയായിരിക്കും. അത് നേരത്തെ ഏതാണ്ട് കൺഫേം എന്ന രൂപത്തിൽ പുറത്തു വന്നതാണ്. 2ാമത്തെ കളി ആർക്കെതിരെയാണ്? അതിലിപ്പോൾ TYC സ്പോർട്സ് പറയുന്നത് ഘാനയ്ക്കെതിരെ 2ാമത്തെ മത്സരം നടക്കാനാണ് സാധ്യത എന്നാണ്. ആഫ്രിക്കൻ ടീമായ ഘാന. ഇപ്പോൾ നമുക്കറിയാം ആഫ്കോണിൽ ഇന്നലെ 2 ഗോളിന് ലീഡ് ചെയ്തിട്ട് പിന്നെ ഇഞ്ചുറി ടൈമിൽ 2 ഗോളും മടക്കി വാങ്ങി റൗണ്ട് ഓഫ് 16 എത്തുമോ ഇല്ലയോ ഏതാണ്ട് പുറത്തു പോയ മട്ടിൽ നിൽക്കുന്ന ടീമാണ് ഘാന. ആ ഘാനയ്ക്കെതിരെ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീന കളിച്ചേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ TYC സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റ് മികച്ച യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻ ടീമാണ് ഘാന. പക്ഷെ യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ. എങ്കിലും ടീമുകളൊന്നും ലഭിച്ചിട്ടില്ല. ടീമുകൾക്കൊക്കെ മറ്റ് കമ്മിറ്റ്മെന്റുകൾ മാർച്ച് മാസത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ അവരുണ്ടാവില്ല. പിന്നെ സാധ്യത 2 യൂറോപ്യൻ ടീമുകളുണ്ട്. പക്ഷെ അത് വളരെ അകന്ന സാധ്യത മാത്രമേ ഉള്ളൂ എന്നുകൂടി TYC സ്പോർട്സ് പറയുന്നുണ്ട്. തുർക്കിയുണ്ട്, അതുപോലെ ചെക്ക് റിപ്പബ്ലിക്, പിന്നെ ഏറ്റവും അകലെയുള്ള ഒരു സാധ്യതയായിട്ട് ക്രൊയേഷ്യയെ കൂടി കണ്ടു. അങ്ങനെ 3 യൂറോപ്യൻ ടീമുകളുടെ സാധ്യതയുണ്ടെങ്കിലും അത് വളരെ കുറഞ്ഞ സാധ്യത മാത്രമാണ് എന്നാണ് TYC സ്പോർട്സിന്റെ റിപ്പോർട്ടിലുള്ളത്. അപ്പം ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജന്റീന മാർച്ച് മാസത്തിൽ ചൈനയിലേക്ക് പറക്കും. ചൈനയിൽ വെച്ച് ചൈനയ്ക്കെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം, മറ്റൊരു മത്സരം മിക്കവാറും ഘാനയ്ക്കെതിരെയായിരിക്കും. ഒഫീഷ്യലായിട്ട് ഇനിയും കൺഫർമേഷൻ വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോപ്പ അമേരിക്കയിലാണ് അർജന്റീനയുടെ മത്സരമുള്ളത്. ആദ്യ മത്സരം കാനഡയ്ക്കെതിരെ അല്ലെങ്കിൽ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോക്കെതിരെ ആയിരിക്കും. കാരണം കോൺകാഫിന്റെ ഒരു പ്ലേ ഓഫ് നടക്കാനുണ്ട്. അത് മാർച്ച് മാസത്തിൽ നടക്കും. അതിലെ വിജയികൾക്കെതിരെയാണ് അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടാനുള്ളത്. അറ്റ്ലാന്റയിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന മത്സരം. ആ കളി നടക്കുന്നത് ജൂൺ 20-നാണ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 21-ന് പുലർച്ചെയായിരിക്കും. ഏതായാലും മാർച്ച് മാസത്തിലെ സ്കലോനി ഉദ്ദേശിച്ച പോലെ മികച്ച എതിരാളികൾക്കെതിരെ അർജന്റീനയ്ക്ക് കളിക്കാൻ പറ്റില്ല. മറിച്ച് ചൈനയും ഘാനയും ആവാനാണ് സാധ്യത. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.